കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിന്റെ കണ്ടിന്യൂഷൻ ആണ് ആ മോഡ്യൂളിലെ പ്രോട്ടോകോൾസ് എന്ന കോൺസെപ്റ്റ്, ഇന്റർനെറ്റ് പ്രോട്ടോകോൾസ്. അപ്പൊ പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത് തന്നെ സെറ്റ് ഓഫ് റൂൾസ് ഫോർ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ ഇന്റർനെറ്റിനകത്ത് ഡാറ്റ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. ആ റൂൾസിനെയാണ് നമ്മൾ ഈ പ്രോട്ടോകോൾസ് എന്ന് പറയാറ്. സെറ്റ് ഓഫ് റൂൾസ് ഫോർ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ. അതില് ഈ അതിന്റെ ഡെഫിനേഷൻ എന്ന് വെച്ച് ഞാൻ പറഞ്ഞുതരാം. സെറ്റ് ഓഫ് റൂൾ, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റൂൾസ് ഫോർ data communication governing a format of data sent over the internet or other networks. ഇതിലെ ഈ സെറ്റ് ഓഫ് റൂൾസ് ഡാറ്റ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് റൂൾസ് ഉണ്ട്, റൂട്ടിങ്ങിന് വേണ്ടിയിട്ടുണ്ട്, അഡ്രസ് കോൺസെപ്റ്റിന് വേണ്ടിയിട്ടുണ്ട്, റിസീവ്ഡ് അക്രോസ് ദ നെറ്റ്വർക്ക്സ്. അപ്പൊ ഇതിലെല്ലാം റൂൾസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഒരു മൊബൈൽ ഫോൺ എടുത്തിട്ട് നമ്മൾ ഗൂഗിൾ ക്രോം യൂസ് ചെയ്യുന്നു, നെറ്റ് യൂസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയത് മുതൽ നമ്മൾ ബ്രൗസിങ് ചെയ്യുന്നത് വരെ കുറെ റൂൾസ് ഉണ്ട്. ആ റൂൾസിനെയാണ് നമ്മൾ ഈ പ്രോട്ടോകോൾസ് എന്ന് പറയാറ്. ഒരുപാട് പ്രോട്ടോകോൾസ് ഉണ്ട്, നോക്കാം. പിന്നെ നെക്സ്റ്റ് ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇസ് ആക്ട് ആസ് ആൻ അഡ്രസ്സിംഗ് ആൻഡ് റൂട്ടിംഗ് സിസ്റ്റം. ദെൻ എൻഷ്യൂർ ഡാറ്റ പാക്കറ്റ്സ് എന്ന് പറയുന്നത് നമ്മള് ഇന്റർനെറ്റ് വഴി ട്രാൻസ്ഫർ ചെയ്യുന്ന ഡാറ്റാസ് എല്ലാം പാക്കറ്റ്സ് രൂപത്തിലാണ്, അതായത് സ്മാൾ പീസ് ഓഫ് ഡാറ്റ. അതാണ് ഈ പാക്കറ്റ്സ് എന്ന് പറയുന്നത്. ഇന്റൻഡഡ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ. ഇപ്പൊ നമ്മള് പേഴ്സൺ എ പേഴ്സൺ ബിക്ക് ഒരു മെസ്സേജ് അയക്കുകയാണ്. അപ്പൊ പേഴ്സൺ എ എന്ന് പറയുന്നത് സോഴ്സ് ആണ്, ഹോസ്റ്റ് അല്ലെങ്കിൽ സോഴ്സ്. ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ആ മെസ്സേജ് ആർക്കാണോ നമ്മൾ അയക്കുന്ന ആ വ്യക്തി അല്ലെങ്കിൽ ആ സിസ്റ്റം അല്ലെങ്കിൽ ആ മൊബൈൽ ഫോൺ, ആ നോഡ്, അതിനെയാണ് നമ്മൾ ഈ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോട്ടോകോൾ എന്ന കോൺസെപ്റ്റ് സെറ്റ് ഓഫ് റൂൾസ് ഫോർ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ. നെക്സ്റ്റ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോട്ടോകോൾസ് ഉണ്ട്. ലിസ്റ്റ് ഓഫ് പ്രോട്ടോകോൾസ്, ഒരുപാട് പ്രോട്ടോകോൾസ് ഉണ്ട്. പ്രോട്ടോകോൾസിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. PSC റിപ്പീറ്റഡ് ചോദിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രോട്ടോകോൾസ് ഉണ്ട്. അതിലെ ഫസ്റ്റ് പ്രോട്ടോകോൾ HTTP, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. നെക്സ്റ്റ് പ്രോട്ടോകോൾ HTTPS ആണ്, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. യെസ്, ദാറ്റ് മീൻസ് സെക്യൂർ പ്രോട്ടോകോൾസ്. തേർഡ് TCP, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. നെക്സ്റ്റ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ, IP, ഇന്റർനെറ്റ് ഒന്നായിട്ട് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് താഴോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ദെൻ FTP എന്നൊരു പ്രോട്ടോകോൾ ഉണ്ട്, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. അതുപോലെ SFTP, SSH, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾസ്. അതുപോലെ മെയിൽ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ മെയിൽ സർവീസിന് വേണ്ടിയിട്ട് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നൊരു പ്രോട്ടോകോൾ. നെക്സ്റ്റ് പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾസ്, IMAP എന്നൊരു പ്രോട്ടോകോൾ ഉണ്ട്. അതുപോലെ NTP, നെറ്റ്വർക്ക് അഡ്രസ് ടൈം പ്രോട്ടോകോൾ ഉണ്ട്. അതുപോലെ DHCP എന്ന് പറയുമ്പോൾ ഡൈനാമിക് ഹോസ്റ്റ് പ്രോട്ടോകോൾസ്. ARP ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ARP എപ്പോഴും ക്വസ്റ്റ്യൻസ് ഇടയ്ക്ക് വരാറുണ്ട്. ARP എന്ന് പറയുന്നത് നമ്മുടെ IP അഡ്രസ്സിനെ MAC അഡ്രസ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോട്ടോകോൾ ARP ആണ്. അത് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ARP പ്രോട്ടോകോൾ IP അഡ്രസ് കൺവേർട്ടഡ് ടു MAC അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾസ്. ഈ പ്രോട്ടോകോളിൽ നിന്ന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പാൻഷൻ പഠിച്ചു വെച്ചിരിക്കും. പ്രോട്ടോകോളിലെ എക്സ്പാൻഷൻ പഠിച്ചു വെച്ചേക്കുക, പ്രോട്ടോകോൾസ് എക്സ്പാൻഷൻ. നെക്സ്റ്റ് ഇതില് ഈ ഓരോ പ്രോട്ടോകോൾസും ഏത് ലെയറിൽ വരുന്നെന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് 3 മെത്തേഡ് ഓഫ് ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ട്. ഒന്ന്, പ്രോട്ടോകോളിന്റെ എക്സ്പാൻഷൻ, കറക്റ്റ് എക്സ്പാൻഷൻ എഴുതാനായിട്ട് ചോദിക്കാറുണ്ട്. ഐഡന്റിഫൈ, ചൂസ് കറക്റ്റ് എക്സ്പാൻഷൻ എഴുതാനായിട്ട് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ പോർട്ട് നമ്പർ താഴോട്ട് ഞാൻ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. പോർട്ട് നമ്പർ, ഓരോ പ്രോട്ടോകോളിനും ഒരു പോർട്ട് നമ്പർ ഉണ്ട്. ആ നമ്പർ എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ദെൻ നെക്സ്റ്റ്, പ്രോട്ടോകോൾ ഏത് ലെയറിലാണ് വരുന്നത്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞായിരുന്നു, നമ്മുടെ OSI നെറ്റ്വർക്കിലെ 7 ലെയർ ഉണ്ട്.
ഓപ്പൺ സിസ്റ്റം ഇന്റർകണക്ഷൻ നെറ്റ് 7 ലേയേഴ്സ് ആണ്. ആ 7 ലേയേഴ്സിലെ ഈ ഓരോ പ്രോട്ടോകോളും 7 ലേയേഴ്സ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മളിങ്ങനെ ക്ലാസിഫൈ ചെയ്ത് 7 ലേയേഴ്സ് വരയ്ക്കുക. ദെൻ അതിലെ 1, 2, ലെയർ 2, ലെയർ 3 ഇങ്ങനെയാണ് പോകുന്നത്. അതിൽ ഏറ്റവും ലോവസ്റ്റ് ലെയർ ഫിസിക്കൽ ലെയർ ആണ്. അത് ഈ ലാസ്റ്റിലാണ് വരുന്നത്. ഇമേജ് ഒക്കെ നമുക്ക് അടുത്ത ടോപ്പിക്കിലൊക്കെ വരുന്നുണ്ട്. ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് ഇവിടെ വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതുള്ളൂ. ഈ ഇവിടെ വരുന്നത് ഒരു ഫിസിക്കൽ ലെയർ ആണ് വരുന്നത്. ഫിസിക്കൽ ലെയർ. അപ്പൊ ഈ ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ ഹാർഡ്വെയർ ലെയർ ആണ്. ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ലെയർ ആണ്. അപ്പൊ ഇത്രയും ഈ ലെയറിനുള്ളിൽ ഈ ഓരോ പ്രോട്ടോകോൾസും ഇതിനകത്താണ് വരുന്നത്. ഓക്കെ, അപ്പോ ഈ ഇന്റർനെറ്റ് പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റൂൾസ് ഫോർ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇനി 1 by 1 ആയിട്ട് ആ പ്രോട്ടോകോൾ ജസ്റ്റ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിലെ ഫസ്റ്റ് HTTP, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഈ പ്രോട്ടോകോള് ഈ അതിന്റെ എക്സ്പാൻഷൻ കറക്റ്റാ പഠിച്ചു വെച്ചു. ഇത് ഇടയ്ക്കിടയ്ക്ക് എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഈ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. ആപ്ലിക്കേഷൻ ലെയറിലാണ് ഇത് വരാറ്. ആപ്ലിക്കേഷൻ ലെയർ അത് ചോദിച്ചിട്ടുണ്ട് ആ ക്വസ്റ്റിനൊക്കെ. ആപ്ലിക്കേഷൻ ലെയർ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഏത് ലെയർ? ആപ്ലിക്കേഷൻ ലെയർ. ആ റെഡിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് നല്ല രീതിയിൽ പഠിച്ചു വെച്ചേക്കണം. ആപ്ലിക്കേഷൻ ലെയർ ആണ്. ആപ്ലിക്കേഷൻ ലെയർ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആപ്ലിക്കേഷൻ ലെയർ ആണ്. അപ്പോ ഈ പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത് നമ്മൾ സാധാരണ URL ഒക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കാണാറുണ്ട്. നമ്മൾ എന്ത് ചെയ്യും, www.kerala.gov.in എന്നുണ്ടെങ്കിൽ നമ്മളെ വെബ്സൈറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ അതിന് സ്റ്റാർട്ടിങ്ങില് ഒരു പ്രോട്ടോകോൾ ഉണ്ട്. HTTP എന്നൊരു പ്രോട്ടോകോൾ ഇവിടെ കാണും. അതാണ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. നെക്സ്റ്റ് ഇതിന്റെ യൂസ് എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റിംഗ് ആണ്. ആ വേർഡിൽ തന്നെയുണ്ട്. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ ആണ്. ട്രാൻസ്മിറ്റിംഗ് ഹൈപ്പർമീഡിയ ഡോക്യുമെന്റ്സ് സച്ചസ് HTML വഴി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന മീഡിയാസ്, ഡാറ്റാസ്, URL, അഡ്രസ്, അതുപോലെ ടെക്സ്റ്റ്, ഇമേജസ് ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് ഈ പ്രോട്ടോകോൾ, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഇത് ഫൗണ്ടേഷൻ ഓഫ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ വേൾഡ് വൈഡ് വെബ് ആണ്. വേൾഡ് വൈഡ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്തു. അത് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. വേൾഡ് വൈഡ് വെബ് ടീം ബെർണേഴ്സ്ലി ആണ് 1991 1991 ആണ്. ടീം ബെർണേഴ്സ്ലി എന്ന ഫൗണ്ടർ ആണ് അല്ലെങ്കിൽ ഡെവലപ്പർ ആണ് വേൾഡ് വൈഡ് വെബ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഡെവലപ്ഡ് ബൈ ടീം ബെർണേഴ്സ്ലി ആണ്. പിന്നെ വരുന്നത് ഈ ലെയർ ഓപ്പറേറ്റ്സ് ഓവർ TCP/IP പ്രോട്ടോകോൾസ്. TCP ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾസ്. HTTP റിക്വസ്റ്റ് മെത്തേഡ് ആണ് പറഞ്ഞത്. റിക്വസ്റ്റ് മെത്തേഡ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോളിനകത്ത് റിക്വസ്റ്റ് കൊടുക്കുന്ന കുറെ മെത്തേഡ്സ് ഉണ്ട്. റിക്വസ്റ്റ് മെത്തേഡ്സ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ റിക്വസ്റ്റ് മെത്തേഡ്. അതിലെ ഒരു മെത്തേഡാണ് ഗെറ്റ് മെത്തേഡ്. അപ്പൊ ഗെറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് റിട്രീവ് ഡാറ്റ ഫ്രം എ സർവർ ആണ്. ഗെറ്റ് മെത്തേഡ് റിട്രീവ് ഡാറ്റ ഫ്രം സർവർ. റിട്രീവ് ഡാറ്റ ഫ്രം ഈ സർവർ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഗൂഗിൾ സർവർ ഉണ്ട്, ഫേസ്ബുക്ക് സർവർ ഉണ്ട്, അതുപോലെ ആമസോൺ സർവർ ഉണ്ട്. ഡാറ്റ സെന്റേഴ്സ്, അതായത് നമുക്ക് ഡാറ്റ തരുന്ന ഡാറ്റ നമ്മളിപ്പോൾ വാട്ട് ഈസ് കമ്പ്യൂട്ടർ എന്ന് കൊടുക്കുമ്പോൾ ഗൂഗിൾ ക്രോമിനകത്ത് നമ്മൾ വാട്ട് ഈസ് കമ്പ്യൂട്ടർ എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ എന്ന ഡെഫിനിഷൻ ഒക്കെ നമുക്ക് ഡീറ്റെയിൽസ് തരുന്നത് ഗൂഗിളിന്റെ സർവറാണ്. അപ്പൊ നമ്മൾ അതുപോലെ ആമസോണിലുണ്ട്, അതുപോലെ ഫേസ്ബുക്കിലുണ്ട്. അപ്പൊ അങ്ങനെ അതിനെയാണ് നമ്മൾ ഈ സർവർ എന്ന് പറയുന്നത്. അപ്പോൾ ഗെറ്റ് എന്ന് പറയുന്ന റിക്വസ്റ്റ് ഈ സർവറിൽ നിന്ന് നമുക്ക് ഡാറ്റ തരും. റിട്രീവ് ഡാറ്റ ഫ്രം എ സർവർ. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് എന്ന റിക്വസ്റ്റ് ഉണ്ട്. ഈ പോസ്റ്റ് വരുന്നത് സെൻസ് ഡാറ്റ ടു ദ സർവർ. സർവറിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യും. പോസ്റ്റ് ആ വേർഡ് ഓർത്ത് വെച്ചാൽ അത് പോസ്റ്റ് ചെയ്യുക. ഗെറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങോട്ട് റിട്രീവ് ചെയ്യുക. ദെൻ പോസ്റ്റ് എന്ന് പറയുന്നത് ഡാറ്റ സെൻഡ് ഡാറ്റ ടു ദ സർവർ ആണ് കേട്ടോ, മാറിപ്പോകരുത് ആ ഒരു ടോപ്പിക്ക്. ദെൻ പുട്ട് എന്ന് പറയുന്നത് അപ്ഡേറ്റ്സ് ക്രിയേറ്റ് റിസോഴ്സസ് എന്നാണ്. അപ്ഡേറ്റ്സ് ഓർ ക്രിയേറ്റ് റിസോഴ്സസ് അതാണ് പുട്ട് എന്ന് പറയുന്നത്. അതുപോലെ ഡിലീറ്റ് ഉണ്ട്. ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്ത റിസോഴ്സിനെ ഡിലീറ്റ് ചെയ്യാനായിട്ടാണ് ഡിലീറ്റ് റിസോഴ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നുണ്ട് ഹെഡ്. ഇതിലെ ഈ ഇത്രയും കാര്യങ്ങൾ ഗെറ്റ്, പോസ്റ്റ്, പുട്ട്, ഡിലീറ്റ് ഒക്കെ നല്ല രീതിയിൽ നോക്കി വെച്ചേക്കാൻ. അതിനകത്ത് നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. കാരണം ഇത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഗെറ്റ് ഇവിടെ ഡെഫിനിഷൻ ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും തരാറ്. ഡിസ്ക്രിപ്ഷൻ തന്നിട്ട് ചൂസ് ദ കറക്റ്റ് അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് റിക്വസ്റ്റ് HTTP അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അതുപോലെ ഹെഡ് ഉണ്ട്. ഹെഡ് എന്ന് പറയുന്നത് റിട്രീവ്
ഹെഡേഴ്സ്, ഹെഡർ റിട്രീവ് ചെയ്യുന്നതിനാണ്. ഹെഡർ റിട്രീവ് ഹെഡർ. പിന്നെ ഓപ്ഷൻ എന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ കമ്മ്യൂണിക്കേഷന്റെ ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഫോർ ദ റിസോഴ്സസിന് വേണ്ടിയിട്ട് നമുക്ക് ഓപ്ഷൻ ചൂസ് ചെയ്യാം. നെക്സ്റ്റ് പാച്ച്. പാച്ച് എന്ന് പറയുന്നത് നമുക്ക് ഈ അപ്ലൈസ് പാർഷ്യൽ മോഡിഫിക്കേഷൻ ടു റിസോഴ്സസ്. പാർഷ്യൽ, ഈ റിസോഴ്സ് ഇല്ലാത്ത എന്തെങ്കിലും പാർഷ്യൽ മോഡിഫിക്കേഷൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് പാച്ച് എന്ന റിക്വസ്റ്റ് ഉണ്ട്. ക്ലിയർ അല്ലേ? റിക്വസ്റ്റ് ക്ലിയർ ആയോ? എനി ഡൗട്ട്സ്? HTTP റിക്വസ്റ്റ് മെത്തേഡ്സിന് ഏതെങ്കിലും പോർഷൻസ്, ഏതെങ്കിലും റിക്വസ്റ്റിൽ ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് HTTP സെക്യൂർ. HTTP ഉണ്ട്, HTTPS ഉണ്ട്. HTTP ആൻഡ് HTTPS. ഈ എസ് സെക്യൂർ ആണ്, ആ വേർഡിൽ തന്നെ ഉണ്ട്. എസ് എന്ന് പറയുന്നത് സെക്യൂർ എന്നാണ് പറയുന്നത്. HTTPയുടെ സെക്യൂർ വെർഷൻ, HTTPയുടെ സെക്യൂർ വെർഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. HTTP ഈസ് ദ സെക്യൂർ വെർഷൻ ഓഫ് HTTP. HTTPS എന്ന് പറയുന്നത് HTTPയുടെ സെക്യൂർ വെർഷൻ ആണ് HTTPS വെർഷൻ ഓഫ്. ഇതിനകത്ത് enables encrypted communication. എൻക്രിപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് അത് പറഞ്ഞുതരാം, ഞാൻ ഡിസ്കസ് ചെയ്യാം. എൻക്രിപ്ഷൻ എന്ന് പറയുന്ന വേറൊരു കോൺസെപ്റ്റ് ആണ്. എൻക്രിപ്റ്റഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ക്ലയന്റ് എന്ന് പറഞ്ഞാൽ വെബ് ബ്രൗസർ വഴി ആൻഡ് ദ സർവറിലേക്ക്. ഇതിലെ ഈ HTTPക്കാല് നമുക്ക് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്, അഡ്വാൻറ്റേജസ് ഉണ്ട്. ഫസ്റ്റ് വൺ, കോൺഫിഡൻഷ്യലാലിറ്റി. ഡാറ്റാസ് എല്ലാം സെക്യൂർ ആയിരിക്കും. ഇന്റഗ്രിറ്റി, നമ്മുടെ നമ്മളെ ഡാറ്റ നമുക്കിപ്പോ ഫേസ്ബുക്കിനകത്ത് നമുക്ക് ഡാറ്റാസ് ഉണ്ട്, ഇപ്പൊ ഗൂഗിളിന് ഒരു ഡാറ്റാസ് ഉണ്ട്, ബിഗ് ഡാറ്റാസ് ഉണ്ട്. ഈ ഡാറ്റാസ് ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത് ആ ഡാറ്റയിൽ മോഡിഫിക്കേഷൻസ് അൺഓതറൈസ്ഡ് മറ്റൊരാള് അക്സസ് ചെയ്ത് മോഡിഫിക്കേഷൻ ചെയ്യാൻ പാടില്ല. അതാണ് ഇന്റഗ്രിറ്റി എന്നത്. ഇന്റഗ്രിറ്റി, ഡാറ്റ എല്ലാം ഇന്റഗ്രിറ്റി ആയിരിക്കും. ദെൻ ഓതന്റിക്കേഷൻ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഓതന്റിക്കേഷൻ, HTTPS ഈ 3 കാര്യങ്ങളില് നമുക്ക് ഫീച്ചേഴ്സ് നൽകുന്നുണ്ട്. ഈ 3 കാര്യങ്ങൾ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോൺഫിഡൻഷ്യലാലിറ്റി, ഇന്റഗ്രിറ്റി സെക്കൻഡ്. തേർഡ് വൺ ഓതന്റിക്കേഷൻ. അതെന്താണെന്ന് ഞാൻ താഴോട്ട് പറഞ്ഞുതരാം. ഓതന്റിക്കേഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഈ റെഡിൽ കൊടുത്തിരിക്കുന്ന നോക്കി വെച്ചേക്കുക. HTTPS ഏത് ലെയറിലാണ് വരുന്നത്? ആപ്ലിക്കേഷൻ ലെയറിലാണ്. HTTP വരുന്നത് ആപ്ലിക്കേഷൻ ലെയറില്, HTTPS വരുന്നതും ആപ്ലിക്കേഷൻ ലെയറിലാണ്. പോർട്ട് നമ്പർ, ഡീഫാൾട്ട് പോർട്ട് നമ്പർ എന്ന് പറയുന്നത് 443 ആണ്. 443 ആണ് HTTPSന്റെ പോർട്ട് നമ്പർ. HTTP പോർട്ട് നമ്പർ എന്ന് പറയുന്നത് ഏതായിരുന്നു? 80 ആയിരുന്നു, അല്ലെ? 80 ആയിരുന്നു. HTTPS എന്ന് പറയുന്നത് പോർട്ട് നമ്പർ 443 ആണ്. ഓർത്ത് വെച്ചിരിക്കുക, ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഈ ലെയറിൽ നിന്ന് ആപ്ലിക്കേഷൻ ലെയർ അതുപോലെ ഡീഫാൾട്ട് പോർട്ട് നമ്പർ 443 ആണ്. ഓക്കെ, ക്ലിയർ? ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കാം. ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ അതിൽ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടായിരുന്നു. എൻക്രിപ്ഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോ വാട്സപ്പ് നോക്കി അറിയാം, എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ആണോ. അതായത് നമ്മൾ അയക്കുന്ന ഒരു മെസ്സേജ് അയക്കുന്ന ആൾക്ക് മാത്രമേ കാണാൻ പറ്റൂ. എൻക്രിപ്ഷൻ, ഡീക്രിപ്ഷൻ കോൺസെപ്റ്റ്, ഇതാണ് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. എൻഡ് ടു എൻഡ് ഡീക്രിപ്ഷൻ എന്നൊക്കെ പറയാറുണ്ട്. അതായത് എൻക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് കൺവേർട്ടിങ് ദ ഇൻഫർമേഷൻ ഇൻടു സീക്രട്ട് കോഡാണ്. സീക്രട്ട് കോഡ് എന്ന് പറയുന്നത് സൈബർ ടെസ്റ്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. സൈബർ സെക്യൂരിറ്റി കോൺസെപ്റ്റ് ആണ് സൈബർ ടെസ്റ്റ്. അതായത് നമ്മൾ അയക്കുന്ന ഒരു കോഡ്, ഇപ്പൊ ഹായ് എന്ന് നമ്മൾ അയക്കുന്ന കോഡ് ചിലപ്പോൾ അത് കൺവേർട്ട് ആവുന്നത് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം. 0, 1, 2, F, $, അതുപോലെ ഇസട്ട്, അറ്റ് സൈൻ, ഇങ്ങനെ ആയിരിക്കാം. അപ്പൊ ഹായ് എന്ന് നമ്മളിപ്പോ ഒരു വാട്സപ്പിൽ ഒരാൾക്ക് ഹായ് അയക്കുമ്പോൾ ഇങ്ങനെ ഒരു സീക്രട്ട് കോഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഈ സീക്രട്ട് കോഡ് മറ്റൊരാൾക്ക് എത്തും. അവിടെ എത്തിയിട്ട് അത് വീണ്ടും എന്ത് ചെയ്യുന്നറിയോ?
ഡീക്രിപ്റ്റ് ചെയ്യപ്പെടും. കാരണം ഇത് എൻക്രിപ്റ്റ് ചെയ്ത് സീക്രട്ട് കോഡിലേക്ക് കൺവേർട്ട് ആയി ദെൻ അത് മറ്റൊരാൾക്ക്, നമ്മൾ അയക്കുന്ന മറ്റൊരാൾക്ക്, ഡെസ്റ്റിനേഷൻ ആൾക്ക് അത് എന്ത് ചെയ്യുന്ന അറിയോ, വീണ്ടും ഡീക്രിപ്റ്റ് ആയി ആ ആൾക്ക് ഹായ് എന്നാണ് നമ്മൾ അയച്ചെങ്കിൽ ഹായ് എന്ന് എന്ത് ചെയ്യും, മെസ്സേജ് റീച്ച് ആവും. ഈ ഒരു കോൺസെപ്റ്റ്. അപ്പൊ എൻക്രിപ്ഷൻ എന്ന് പറയുന്നത് ഈ ഫുൾ കോൺസെപ്റ്റ് അല്ല. എൻക്രിപ്ഷൻ എന്ന് പറയുന്നത് അവിടെ ഈ കൺവേർട്ടിങ് ഇൻഫർമേഷൻ ഇൻ ടു സീക്രട്ട് കോഡാണ്. ആ സീക്രട്ട് കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് എൻക്രിപ്ഷൻ. ഇനി ഓതന്റിക്കേഷൻ ഉണ്ട്. ഈ എല്ലാ ഫീച്ചേഴ്സും നൽകുന്നത് HTTP അല്ല, HTTPS ആണ്. ചോദിക്കാറുണ്ട് എക്സാമിന്. എൻക്രിപ്ഷൻ, ഓതന്റിക്കേഷൻ, ഡാറ്റ ഇന്റഗ്രിറ്റി. അപ്പൊ ഓതന്റിക്കേഷൻ എന്ന് പറയുന്നത് വെരിഫൈങ് ദ ഐഡന്റിറ്റി ഓഫ് എ യൂസർ. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഒരു മൊബൈൽ ഫോൺ ഉണ്ട്. നമ്മുടെ ആ മൊബൈൽ ഫോണിൽ നമ്മൾ എന്തുണ്ട്, നമ്മുടെ ഓതന്റിക്കേറ്റ് പ്രോസസ്, നമ്മളിപ്പോ പാറ്റേൺസ് ഇട്ടിട്ടുണ്ടാവാം, ഫേസ് ഇട്ടിട്ടുണ്ടാവാം, ഫിംഗർ പ്രിന്റ് ഇട്ടിട്ടുണ്ടാവാം. അപ്പൊ ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് ഓതന്റിക്. അപ്പൊ വേറൊരാൾ എടുക്കാൻ പാടില്ല. നമ്മുടെ മൊബൈൽ ഫോണ് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ ഫേസ്ബുക്ക് ലോഗിൻ, ഫേസ്ബുക്കിലെ ഓതന്റിക്കേഷൻ എന്ന് പറയുന്നത് ID പാസ്വേഡ് അല്ലെങ്കിൽ OTP, ID പാസ്വേഡ്. അപ്പൊ ലോഗിൻ ID പാസ്വേഡ് കൊടുത്ത് നമ്മൾ ആ ഒരു സ്റ്റെപ്പ് വഴി കയറുന്നതാണ് ഓതന്റിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓതന്റിക്കേഷൻ സ്റ്റെപ്പ് ഉണ്ട്. ഒന്ന് നമ്മുടെ പാറ്റേൺസ്, ഫിംഗർ പ്രിന്റ് ഉണ്ട്, ഫേസ് ഉണ്ട്, അതുപോലെ നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന എന്തുണ്ട്, ഫിംഗർ പാറ്റേൺസ്, ഫിംഗർ പ്രിന്റ്, OTP ഉണ്ട്, വൺ ടൈം പാസ്വേഡ്, OTP ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഓതന്റിക്കേഷൻ പ്രോസസ്സ്. കാരണം നമ്മൾ ഒരാൾ സെക്യൂർ ആയിട്ട് അതിനകത്ത് ഓതന്റിക്കേഷൻ ചെയ്ത മറ്റൊരാൾക്ക് അതിൽ ആക്സസ് ചെയ്യാൻ പാടില്ല എന്നുള്ള കോൺസെപ്റ്റിൽ ചെയ്ത് വെച്ചേക്കുക ഓതന്റിക്കേഷൻ. നെക്സ്റ്റ് ഇന്റഗ്രിറ്റി എന്നൊരു കോൺസെപ്റ്റ്. ഇന്റഗ്രിറ്റി മീൻസ് ഡാറ്റ ഇന്റഗ്രിറ്റി. ആ ഡാറ്റ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത് ആ ലാസ്റ്റ് വേർഡ് ഒന്ന് നോക്കി, എന്നിട്ട് അതിന്റെ മുകളിലോട്ട് പോകാം. ഹാസ് നോട്ട് ബീൻ അൾട്ടേർഡ് ഓർ കറപ്റ്റഡ്. ആൾറെഡി ഉള്ള ഡാറ്റയിൽ മറ്റൊരാൾ കയറി അൾട്ടർ ചെയ്യാനോ ഡാറ്റ കറപ്ഷനോ ചെയ്യാൻ പാടില്ല. അൾട്ടർ എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യാൻ പാടില്ല. റിഫേഴ്സ് ടു ദ ആക്യുറസി ഓഫ് ഡാറ്റ, കൺസിസ്റ്റൻസി ഓഫ് ഡാറ്റ, ദെൻ റിലയബിലിറ്റി ഓഫ് ഡാറ്റ ത്രൂ ഔട്ട്. ഇതിനെയാണ് നമ്മൾ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എനി ഡൗട്ട്സ്? HTTPS ക്ലിയർ ആയോ? HTTP നോക്കി, HTTPS എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി ഇല്ല. ഓക്കെ. നെക്സ്റ്റ് എൻക്രിപ്ഷൻ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. എൻക്രിപ്ഷൻ നമ്മൾ ഇപ്പൊ കുറച്ച് മുമ്പ് നോക്കി. എൻക്രിപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ അയക്കുന്ന ഒരു മെസ്സേജ്, അങ്ങനെ ജസ്റ്റ് റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ച് പഠിച്ചോണം കേട്ടോ. അപ്പൊ നമുക്ക് മറന്നുപോയില്ല. എൻക്രിപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ അയക്കുന്ന ഒരു മെസ്സേജ് മറ്റൊരാൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ ഒരു സീക്രട്ട് കോഡിലേക്ക് കൺവേർട്ട് ആവുന്നതിനാണ് എൻക്രിപ്ഷൻ. അപ്പോ അതെങ്ങനെയാണെന്ന് ജസ്റ്റ്, എൻക്രിപ്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ഇൻഫർമേഷൻ ടു സീക്രട്ട് കോഡ്. ഈ സീക്രട്ട് കോഡിനെ നമ്മളെ സൈബർ ഒരു കോൺസെപ്റ്റ് വേർഡ് ഉണ്ട്, സൈഫർ ടെക്സ്റ്റ്. സൈബർ സെക്യൂരിറ്റിയിൽ അല്ലെങ്കിൽ നെറ്റ്വർക്കിലായിട്ട് അതൊരു വേറെ വേർഡുണ്ട്, സൈബർ ടെക്സ്റ്റ് എന്നാണ് നമ്മൾ പറയാറ്, സൈബർ ടെക്സ്റ്റ്. അപ്പോ ഈ സീക്രട്ട് കോഡിലേക്ക് കൺവേർട്ട് ചെയ്ത് only we read someone then correct key to decipher it. അതായത് ഇവിടെ നടക്കുന്ന പ്രോസസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മള് പ്ലെയിൻ ടെസ്റ്റ്, ഈ പ്ലെയിൻ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അയക്കുന്ന ഹായ് അതാണ് നമ്മുടെ പ്ലെയിൻ ടെസ്റ്റ്. ഈ പ്ലെയിൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഹായ് ആയിരിക്കും. അപ്പൊ ഈ ഹായ് എൻക്രിപ്ഷൻ അൽഗോരിതം യൂസ് ചെയ്ത്, അതായത് വാട്സപ്പിൽ എന്ന് വെച്ചാൽ വാട്സപ്പിൽ നമ്മളിപ്പോ ഒരു ഹായ് അയക്കുമ്പോൾ എൻക്രിപ്ഷൻ അൽഗോരിതം യൂസ് ചെയ്ത് ഇത് എന്ത് ചെയ്യുന്ന അറിയോ, ഒരു സീക്രട്ട് എൻക്രിപ്ഷൻ കീ ഒക്കെ യൂസ് ചെയ്ത് സൈഫർ ടെസ്റ്റ് എന്ന് പറയുന്നത്, സൈഫർ ടെസ്റ്റ് നമ്മൾ നേരത്തെ നോക്കി സീക്രട്ട് കോഡിലേക്ക് കൺവേർട്ട് ആവും. അറ്റെന്നും ഡോളർ, ഇപ്പൊ ഹായ് ഒരു സീക്രട്ട് കോഡിലേക്ക് കൺവേർട്ട് ആയി 2 എന്നും, അതുപോലെ S1 ഹൈഫൺ, അതുപോലെ ഹാഷ്, ഇങ്ങനെ ഒരു കോഡിലേക്ക് കൺവേർട്ട് ആയി. അപ്പൊ ഈ കൺവേർട്ട് ആയതാണ് സൈഫർ ടെസ്റ്റ്. അപ്പോ മറ്റൊരാൾക്ക് ഇത് കാണാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്നതിന് അവിടെ അൽഗോരിതം യൂസ് ചെയ്യും, എൻക്രിപ്ഷൻ അൽഗോരിതം യൂസ് ചെയ്താണ് ഇത് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ദെൻ മറ്റൊരാൾക്ക് എത്തുമ്പോൾ, അപ്പോ മറ്റൊരു സിസ്റ്റം ഇരിപ്പുണ്ട്, ഈ സിസ്റ്റത്തിലേക്ക് നമ്മൾ അയക്കുന്ന മെസ്സേജ് എത്തുകയാണ്. നമ്മൾ അയക്കുന്ന മെസ്സേജ് ഈ സിസ്റ്റത്തിലേക്ക് എത്തുന്നത് ഹായ് അയച്ചു,
അത് സൈഫർ ടെക്സ്റ്റ് സീക്രട്ട് കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എൻക്രിപ്ഷൻ അൽഗോരിതം യൂസ് ചെയ്ത് എൻക്രിപ്റ്റ് ചെയ്ത്, ഈ പ്രോസസ്സ് എൻക്രിപ്ഷൻ എന്നാണ് പറയുന്നത്. ഈ ഒരു പ്രോസസ്സിന് എൻക്രിപ്ഷൻ എന്ന് പറയും. എൻക്രിപ്റ്റ് ചെയ്തത് അത് എന്ത് ചെയ്യും, വീണ്ടും ഡീക്രിപ്റ്റ് ചെയ്യുമ്പോഴാണ്, അതായത് ഈ കോഡ് വീണ്ടും ഹായ് എന്നതിലേക്ക് കൺവേർട്ട് ആവും. ഹായ് എന്ന് കൺവേർട്ട് ആയിട്ടാണ് ഈ ഒരാൾക്ക് അത് എത്തുന്നത്. അപ്പൊ ഇതിനെയാണ് ഡീക്രിപ്ഷൻ എന്ന് പറയുന്നത്. എൻക്രിപ്ഷൻ ഉണ്ട്, ഡീക്രിപ്ഷൻ ഉണ്ട്. ക്ലിയർ അല്ലേ? എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ. നെക്സ്റ്റ്, ആ ഡീക്രിപ്ഷൻ എന്താണെന്ന് ജസ്റ്റ് നോക്കാം. ഡീക്രിപ്ഷൻ എന്ന് പറയുന്നത് സൈഫർ ടെക്സ്റ്റ് സീക്രട്ട് കോഡിലേക്ക് കൺവേർട്ട് ആയതിന് ഒറിജിനൽ ഹായിലേക്ക് കൺവേർട്ട് ചെയ്യും. ഒറിജിനൽ ഹായ് എന്ന് പറയുമ്പോൾ നമ്മൾ അയച്ച മെസ്സേജ് ഹായ് ആണെങ്കിൽ ഒറിജിനൽ മെസ്സേജ്, അതായത് റീഡബിൾ ഫോമാറ്റ്. ഓക്കെ, ഈ സീക്രട്ട് ഡാറ്റയ്ക്ക് മറ്റൊരു പേര് സൈഫർ ടെക്സ്റ്റ് എന്നാണ്, അത് ഓർത്ത് വെച്ചിരിക്കുക. സൈഫർ ടെക്സ്റ്റ്, അതായത് സീക്രട്ട് ഡാറ്റയെ സൈഫർ ടെക്സ്റ്റ് എന്ന് പറയും. റീഡബിൾ ആയിട്ടുള്ള ഫോമാറ്റിനെ പ്ലെയിൻ ടെക്സ്റ്റ് എന്നാണ് പറയാറ്. പ്ലെയിൻ ടെക്സ്റ്റ്, റീഡബിൾ ആയിട്ടുള്ള ഡാറ്റയെ പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയും. ഓക്കെ, സീക്രട്ട് എൻക്രിപ്റ്റഡ് ഡാറ്റയെ സൈഫർ ടെക്സ്റ്റ് എന്നും റീഡബിൾ ആയിട്ടുള്ള ഫോമാറ്റിനെ പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയും. ഞാൻ താഴെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. ഈ ഇമേജ് ഒന്ന് ജസ്റ്റ് നോക്കാം. സെൻഡർ എന്ന് പറയുന്ന നമ്മുടെ ഒരു സിസ്റ്റം. സെൻഡർ എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. നമ്മൾ അയക്കുന്നു, നമ്മളൊരു ഹായ് മെസ്സേജ് അയക്കുന്നു, അല്ലെ? ഹായ് മെസ്സേജ് അയക്കുന്നു, അതെന്ത് ചെയ്യും? അപ്പൊ ഈ സിസ്റ്റം പ്ലെയിൻ ടെക്സ്റ്റ് ആണ്. ഈ പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അയക്കുന്ന ഹായ്. ഇതിനിടയ്ക്ക് എൻക്രിപ്റ്റ് ചെയ്യപ്പെടും, മറ്റൊരു കോഡിലേക്ക് കൺവേർട്ട് ആയി, അവിടെ സൈഫർ ടെക്സ്റ്റ് എന്ന കീ യൂസ് ചെയ്ത് then അത് ഡീക്രിപ്റ്റ് ആയി. ഡീക്രിപ്റ്റ് ഇതിനിടയ്ക്ക് കീ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ കീ നമുക്ക് വേറെ ടോപ്പിക്കാണ്, പിന്നീട് പറയാം. നമുക്ക് പബ്ലിക് കീ, പ്രൈവറ്റ് കീ എന്നൊക്കെ കീ യൂസ് ചെയ്ത് ഇതിനെ എൻക്രിപ്റ്റും ഡീക്രിപ്റ്റ് ചെയ്യപ്പെടും. ഇതിനിടയ്ക്ക് അൽഗോരിതംസ് ഒക്കെ യൂസ് ചെയ്യും. വീണ്ടും അത് തിരിച്ചെന്ത് ചെയ്യുന്നറിയോ? പ്ലെയിൻ ടെക്സ്റ്റിലേക്ക് മാറും. പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള മെസ്സേജിലേക്ക് മാറും. ദെൻ ഇത് റെസിപ്റ്റന്റിന് അത് കിട്ടും. അപ്പൊ ഹായ് എന്ന് നമ്മൾ അയക്കുന്നത് മറ്റൊരാൾക്ക് എൻക്രിപ്റ്റ് ചെയ്ത് ഡീക്രിപ്റ്റ് ചെയ്ത് ആ ആൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അത് ഹായ് എന്ന് മെസ്സേജ് നമുക്ക് റിസീവ് ചെയ്യാം. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഡീക്രിപ്ഷൻ എന്ന് പറയാറ്. ഡീക്രിപ്ഷൻസ്.